ഹലോ. അപ്പോൾ ഞങ്ങളിതാ സിഡ്നിയിലേക്ക് പോവാണ്. പക്ഷേ ഈ യാത്രയിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഫ്ലൈറ്റ് മിസ്സായി. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പെട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ കാഴ്ചയും കണ്ടുകൊണ്ട് എയർപോർട്ടിന് നടക്കുക ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്തത് ഒന്ന് അന്നയുടെ കാരണം നമ്മൾ ഫ്ലൈറ്റ് ഡിലേ ആയി. എല്ലാവരും കഷ്ടപ്പെട്ട് നടന്ന് പോവുകയാണ്. അടുത്ത ഫ്ലൈറ്റ് മതഞ്ചേട്ടൻ്റെ എത്ര രൂപയാണ് കളഞ്ഞെന്നറിയാം. അന്ന ഫ്ലൈറ്റ് മിസ്സായി. സത്യം പറഞ്ഞാൽ ഫ്ലൈറ്റ് മിസ്സായി. രാവിലത്തെ ഞാൻ കാരണം കൊണ്ടൊന്നുമല്ല, ഫ്ലൈറ്റ് മിസ്സായി. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ട് സിഡ്നിക്ക് പറക്കാൻ പോകും. Thank you. Okay. You're giving everything to me. സോ ഒരു 1 hour ജേർണി ആയിരുന്നു ഫ്രം മെൽബോൺ ടു സിഡ്നി. അപ്പോൾ എനിക്ക് കമ്പനി ആയിട്ട് ഫ്ലൈറ്റിൽ ഈ ക്യൂട്ട് ബേബി ഉണ്ടായിരുന്നു. അപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. പേര് ഞാൻ മറന്നു കേട്ടോ. സോ വി റീച്ച്ഡ് സിഡ്നി. എൻ്റെ ശബ്ദമില്ല, പനിയും കോൾഡും ഒക്കെ പിടിച്ചു എനിക്ക്. നോട്ട് ഫീലിംഗ് വെൽ. സോ സിഡ്നിയിലെത്തി. ഇവിടെ ഇപ്പോൾ കഴിക്കാൻ ഇറങ്ങിയേക്കാം. ഇവിടുത്തെ വെതർ ആക്ച്വലി കുഴപ്പമില്ല, കാരണം തണുപ്പില്ല, ഒരു നല്ല വെതറാണ്, വാമാണ്. എന്നാൽ ഭയങ്കര ചൂടുമില്ല, എന്നാൽ ഭയങ്കര തണുപ്പുമില്ല, മോഡറേറ്റ് വെതർ. സോ നമ്മളിപ്പോൾ കഴിക്കാനായിട്ട് വന്നേക്കുക. ഇവിടെ ഇഷ്ടം പോലെ ഫുൾ ഫുഡ് കോർട്ട്സാണ്. എന്ത് വേണം എന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നില്ല. സോ അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വൺ ഓഫ് ദി കോർഡിനേറ്റേഴ്സായ റോണി ചേട്ടൻ്റെ വീട്ടിലേക്കാണ് വന്നേക്കുന്നത്. സോ ഇവിടെ വന്ന് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പ്രാക്ടീസ് പോകണം. സോ ബാക്കി വിശേഷങ്ങൾ പറയാം. ആ നിൽക്കുന്നത് റോണി ചേട്ടൻ്റെ വൈഫും ഏറ്റവും ഇളയ മോന. ഭയങ്കരമായിട്ട് ഗ്ലാസ് പൊട്ടിക്കുമോ? ഫൈബർ അല്ലേ, ചാടുന്നുണ്ട്. പക്ഷെ ചാടി ഇതിന്റെ മേളിലൊക്കെ വരുമോ? പേരെന്താ ഇവന്റെ പേര് വിസ്കി. ഇതാരോ സോ നമ്മൾ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പ്രാക്ടീസിന് വന്നേക്കാണ്. എനിക്ക് പ്രോപ്പർലി ഒന്നും പ്രാക്ടീസ് സെഷനൊന്നും വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല, ബിക്കോസ് ഒട്ടും വയ്യായിരുന്നു എനിക്ക്. സോ യാ, ട്രഷറർ മോൻസി ചേട്ടൻ്റെ വീടാണത്. ഞങ്ങൾ രാത്രി ഇവിടെ സ്റ്റേ ചെയ്യാനാണ് വന്നത്. ഇപ്പോൾ അവിടെ നിന്ന് ടോണിച്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് റോണിച്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ താഴെ ഒരു ബെഡ്റൂമുണ്ട്, മുകളിൽ 3 ബെഡ്റൂമുണ്ട്. സോ ഇത് ബെഡ്റൂം വേണമെന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഒട്ടും വയ്യ. സോ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് ഞാൻ ക്ലിയർ ചെയ്യാം ഇപ്പോഴേ. നമുക്ക് മെൽബേൺ, സിഡ്നി, വുലോങ്ങോങ് ഇങ്ങനെ 3 സ്ഥലത്തായിരുന്നു ഷോ. സോ മെൽബേണിൻ്റെ കഴിഞ്ഞു. ഇപ്പോൾ സിഡ്നിയിൽ നിന്ന് ഒരു 1 hour ജേർണിയാണ്, കാർ ഡ്രൈവാണ് ടു വുലോങ്ങോങ്. അപ്പോൾ നമുക്ക് ഡേറ്റ് അനുസരിച്ച് വുലോങ്ങോങ്ങിലായിരുന്നു ഫസ്റ്റ് ഷോ, ദാറ്റ് ഈസ് 31st. പിന്നെ അത് കഴിഞ്ഞിട്ട് 1-ാം തീയതിയാണ് സിഡ്നിയിൽ. അപ്പോൾ ടൈം ഇല്ലാത്തവർക്ക് നമ്മൾ സിഡ്നിയിൽ വന്നിട്ട് ഫുൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ വുലോങ്ങോങ്ങിലേക്ക് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിഡ്നിയിൽ വന്ന് രാത്രി സ്റ്റേ ചെയ്ത സ്ഥലമാണ് നമ്മുടെ മോൻസി ചേട്ടൻ്റെ സ്ഥലം. അതാണിപ്പോൾ കാണുന്ന നിങ്ങൾ ഈ വീട്. രാത്രിയൊന്നും കാണിക്കാൻ പറ്റിയില്ല. സോ അപ്പോൾ നമ്മളിപ്പോൾ വുലോങ്ങോങ്ങിലേക്ക് പോവുകയാണ്. നമ്മൾ വുലോങ്ങോങ്ങിലെത്തി നേരെ പ്രാക്ടീസ് തുടങ്ങി. അപ്പോൾ ബാക്കി പ്രാക്ടീസ് സെഷൻ കാണിച്ചു തരാം. Say hi. Hi. അപ്പോൾ നമ്മുടെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് നമ്മുടെ വുലോങ്ങോങ് ഷോയുടെ കോർഡിനേറ്റർ ചേട്ടനായ അജിത് ചേട്ടൻ്റെ രശ്മി ചേച്ചിയുടെയും
വീട്ടിലേക്കാണ് വന്നത് രാത്രിത്തെ ഡിന്നർ കഴിക്കാൻ. ഇവർ ഓൾറെഡി വന്ന് ഡിന്നർ കഴിച്ചു, കാരണം ഞങ്ങൾ പ്രാക്ടീസിലായിരുന്നു. അപ്പോൾ ഇവർ വന്ന് ഫുഡ് അടിച്ചത് ഇങ്ങനെ കിടപ്പുണ്ട്. ഇനി ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോവാം. വ്ളോഗ് എടുക്കുക ഞാൻ. യെസ്, ചേച്ചിയാണ് എന്നെ കോണ്ടാക്ട് ചെയ്യണേ കേട്ടാ. പൂലങ്കോങ്ങിലെത്തി. ഇന്നെന്താ ഡേറ്റ് മിസ്റ്റർ ഭാഗ്യരാജ്? ഇന്നെന്താ ഡേറ്റ്? 8 അല്ലേ? 28. സോ ഞങ്ങൾ ഊലങ്കോങ്ങിലെത്തിയപ്പോൾ ഇവിടെ നമുക്കൊരു വീടാണ്. നമുക്ക് ഇവിടുത്തെ കോർഡിനേറ്റേഴ്സിൻ്റെ ഫ്രണ്ട്സിൻ്റെ വീടാണ്. അവർ നാട്ടിലേക്ക് പോയി. അപ്പോൾ കാരണം ഈ വീട് ഞങ്ങൾക്ക് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ വീട് കാണിച്ചു തരാം. ഇന്ന് രാത്രി വീട് മിക്കവാറും ഞങ്ങൾ പൊളിച്ചടക്കി മറ്റേ തിരിച്ചൊക്കെ വെക്കും. ഫസ്റ്റ് ഒരാളെ കാണിച്ചു തരാം ഞാൻ. ഒരു ഫുഡ് മസാജർ കിട്ടിയ പിന്നെ ഇതിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ മാറിയിട്ടില്ല. അപ്പൊ ഇവിടെ നിന്നാണ് കണ്ടോ, ഇതാണ് ഗരാജ്. ഇതിൻ്റെ ഉള്ളിൽ നിന്നും നമുക്ക് എൻട്രി ഉണ്ട്. ചേച്ചിയാണ് എൻ്റെ മെക്കാനിസം. സോ ഇത് മെയിൻ എൻട്രി ആൻഡ് ദിസ് ഇസ് ദ ഇത് എന്ത് ഇന്ന് ഞങ്ങൾ ഹൊറർ കാണാനുള്ളൊരു മൂഡിലാണ്. കാണാൻ പറ്റും എന്നുള്ളത് ദൈവത്തിനറിയാം. യെസ്, ഇവിടെ ഒരു ഓപ്പൺ കിച്ചണുണ്ട്. ആൻഡ് ഇവിടെ ആക്ച്വലി മറ്റേ അത് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. യെസ്, ടേബിൾ ടെന്നീസ് കളിക്കാനായിട്ടുള്ളൊരു സംഭവമുണ്ട്. ഇതിൻ്റെ പുറത്തേക്ക് ഇസ് ഓപ്പൺ ഏരിയ, ഗാർഡൻ ഏരിയ. തുറക്കാൻ പറ്റില്ല. ഞാൻ കാണിച്ചു തന്നെ. ഇവിടെ ഒരു ടി വി ഉണ്ട്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ബെഡ്റൂം. ഇവിടെയാണ് ചേച്ചിയുടെ ബെഡ്റൂം. ഇത് ഇവരുടെ വീടാണ് ആക്ച്വലി. താങ്ക് യു ചേട്ടാ ചേച്ചി. ഇത് മേര ബെഡ്റൂം ഹേ. ഇതൊരു ലോണ്ടറി ഏരിയ. ഇതൊരു വാഷ്റൂം. ഇത് ഭാഗ്യചേട്ടൻ്റെ റൂം. ഇത് വിഷ്ണുചേട്ടൻ്റെ റൂം. വിഷ്ണുചേട്ടൻ കഥ കടിച്ചിട്ടിട്ട് വൈഫിനോട് സംസാരിക്കുകയാണ്. ചേട്ടാ എന്ത് പറ്റി ചേട്ടാ? മനസ്സിലായില്ലേ? ഭാഗ്യരാജിന്റെ മൂൺ വർക്ക്. റെഡി? 1 2 3 ഗോ. ക്ലീൻ എന്നൊക്കെ ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ, ഈ വീട് മിക്കവാറും അവർ വരുമ്പോൾ നമ്മൾ തിരിച്ച് മറച്ചു വെക്കുമെന്ന്. അതാണ് സ്വന്തം സംഭവിക്കാൻ പോകുന്നത്. ഫുഡ് കണ്ടപ്പോ ഭാഗ്യച്ചേട്ടന്റെ മുഖം ഇങ്ങോട്ട് തെളിഞ്ഞു. ഫുഡ് എവിടെയും തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫുഡ് കാണാത്തപ്പോ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. ചേച്ചി കണ്ടുപിടിച്ചു. എല്ലാവർക്കും സന്തോഷമായി. വരുന്നവർ തീട്ടപ്പണ്ടാരങ്ങളാണ്. നാട്ടിലൊന്നും കഴിക്കാൻ കിട്ടാത്ത വിചാരിക്കണല്ലോ വിശക്കണമെന്ന് പറയുന്നു. നീക്ക് വിശപ്പിന്റെ അസുഖം ഉടനെ രാവിലെ അവര് നോക്കുമ്പോ നമ്മള് മറ്റേ അങ്ങനെ ഞങ്ങളൊരു ഹൊറർ ഫിലിം കാണാൻ തീരുമാനിച്ചു. ആക്ച്വലി ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം, അവിടുത്തെ ഫുൾ സൗണ്ട് സിസ്റ്റം വാസ് അമേസിങ്. കിഡിലൻ സൗണ്ട് സിസ്റ്റം ആയിരുന്നു. നല്ലോണം പേടിച്ചു. സോറി, നിങ്ങൾക്ക്
ഏത് ദിവസം എന്നുള്ള അറിയാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം രാത്രി ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ടയർഡാവുന്നതുകൊണ്ട് ഉറങ്ങിപ്പോകും. അപ്പോൾ അതിൻ്റെ ഒന്ന് പറഞ്ഞിട്ട് ഉറങ്ങാനുള്ള വ്ളോഗിൽ ഗുഡ് നൈറ്റ് ഒന്നും പറഞ്ഞിട്ട് ഉറങ്ങാനുള്ള സമയമൊന്നുമില്ല ഞാൻ. പിന്നെ ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും ഞാൻ അതൊക്കെ വിട്ടു വന്നാൽ രാവിലെ എണീക്കുമ്പോഴാണ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ ആലോചിക്കണം തന്നെ. അപ്പോൾ ഇപ്പം ഞങ്ങൾ വൂളങ്ങോങ് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ വൂളങ്ങോങ്ങിലാണ്. ദിസ് ഇസ് 29th ഓഫ് ഓഗസ്റ്റ്. സോ ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാം. ഇപ്പോൾ ഇവിടെ ഉച്ചയായി, ഞങ്ങൾ കുറച്ചും എണീറ്റുള്ളൂ. ഉച്ചയായി. ആൻഡ് ഇവിടുത്തെ സ്ഥലം ഞാൻ കാണിച്ചാൽ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. വൂളങ്ങോങ്ങിൽ മെൽബണിൻ്റെ ആ ഒരു തണുപ്പ് ക്ലൈമറ്റ് അല്ല ഇത്. കുറച്ചുകൂടി കണ്ടോ, വെയിലാണ്. കാണിച്ചു തരാം. കണ്ടോ ഈ വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മുടെ നാട്ടിലെ പോലെ പൊള്ളണ ചൂടൊന്നുമില്ല. ഒരു തണുപ്പ് കലർന്ന ഒരു വെയിലാണത്. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകുന്ന വഴി നമ്മുടെ കോർഡിനേറ്റർ ജിബിൻ ചേട്ടൻ ആക്ച്വലി നമ്മളെ കുറച്ച് എന്താ പറയുക നല്ല സ്ഥലങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്. ആക്ച്വലി ഇത് നമ്മൾ താമസിച്ച വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഇത് ആക്ച്വലി ഒരു പോഷ് ഏരിയ ആണ് ബേസിക്കലി. സോ ഇവിടുത്തെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ കണ്ടാൽ തന്നെ അറിയാം നമ്മൾ താമസിച്ച ഏരിയയിലെക്കാട്ടും കുറച്ചുകൂടി പോഷ് ഏരിയ ആണ് ഇതിവിടെ. സോ ഞങ്ങൾക്ക് ലഞ്ചിന് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കുറേ ഓപ്ഷൻസ് തന്നു ജിബിൻ ചേട്ടൻ, ഞങ്ങളുടെ കോർഡിനേറ്റർ ചേട്ടൻ. അപ്പോൾ അവസാനം ഞങ്ങൾ മെക്സിക്കൻ പിടിക്കാമെന്ന് വിചാരിച്ചു ഇന്ന്. സോ നല്ല ഫുഡാണ് കേട്ടോ, മെക്സിക്കൻ ഫുഡ്. ഞാൻ ട്രൈ ചെയ്തത് ഇതാണ്, എന്താണ് എൻഷിലാഡാണ് ഈ ഇരിക്കുന്നത്. കൈൻഡ് ഒരു റാപ്പിൽ റൈസ്, ബ്രൗൺ റൈസ്, നമ്മുടെ രാജ്മ പോലത്തെ ഒരു സാധനമുണ്ട്, എന്താ എനിക്കറിയില്ല. പിന്നെ ഗുവാക്കമാല എന്നാണ് ഇവരുടെ എന്ത് സാധനമാണത്, കൈൻഡ് ഡിപ്പ് പോലെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് അവക്കാഡോയും ടൊമാറ്റോവിൻ്റെ ഒരു പേസ്റ്റാണ്. അതാണ് ഈ ഗ്രീൻ സാധനം. അതെനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല, ഒരു വെരി പ്ലെയിൻ ടേസ്റ്റാണ്. സോ മെക്സിക്കൻ ഫുഡ് ടിപ്പിക്കൽ, പ്രോപ്പർ മെക്സിക്കൻ ഫുഡ്, നല്ല ടേസ്റ്റാണ്. ടാക്കോസ് എങ്ങനെയുണ്ട്? കൊള്ളാം. നൈസ്. ഐ ലൈക്ക് ഇറ്റ്. പ്രോപ്പർ മെക്സിക്കൻ ടാക്സ്. അതെ, നമ്മുടെ നാട്ടിൽ ഇത് കിട്ടിയെങ്കിലും ഐ തിങ്ക് ദിസ് ഇസ് ദ ഒത്തൻറ്റിക് ടേസ്റ്റ്. നമ്മുടെ നാട്ടിൽ കുറച്ചൊരു ഇന്ത്യൻ ഫ്ലേവേഴ്സ് നമ്മുടെ ടേസ്റ്റ് ബസ്സിന് ഫേവറിങ് ആയിട്ട് കുറച്ച് നമ്മുടെ ഒരു രീതിയിലാണ് പ്രിപ്പയർ ചെയ്തത്. ഇറ്റ്സ് ലൈക്ക് റിയലി നൈസ്, വെരി ഇൻട്രസ്റ്റിംഗ്. മിസ്റ്റർ ഭാഗ്യരാജിനോട് ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല, പുള്ളി ഫുൾ ബിസി ഈറ്റിംഗാണ്. എപ്പോഴും ഇല്ലാത്ത പേര് പോലും ചോദിച്ചില്ല ഞാൻ. അടിപൊളിയാണ്. അത് മനസ്സിൽ ധ്യാനിച്ചിട്ടാണ് കഴിക്കുന്നത്. ഇത് ആക്ച്വലി സാലഡ് ആണ്. ബോൾ. പല റൈസൊക്കെ ഉണ്ട്, എല്ലാം കൂടി മിക്സ് ചെയ്ത് വന്നപ്പോൾ ഒരു തൈര് സാധനം. പക്ഷെ നല്ല ഫ്ലേവേഴ്സ് ഇൻട്രസ്റ്റിംഗ് ആണ്. എന്തോ ഒരു റാപ്പാണ് ആക്ച്വലി. കഴിച്ചേ പറ്റുമല്ല. നമ്മൾ കുറെ മാറ്റി വെച്ചിരുന്നുണ്ടോ? മാറ്റി വെച്ചൊന്നുമില്ല, ഞാൻ കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം മൗണ്ട് കേര സമ്മിറ്റിൽ വന്നേക്കാണ്. അത് ആക്ച്വലി ഒരു വ്യൂ പോയിൻ്റ് ആണ്. ഇവിടെ നിന്ന് നമുക്ക് ഫുൾ വൂലങ്ങോങ് കാണാൻ പറ്റും, ഫുൾ കോസ്റ്റൽ ഏരിയ. ആൻഡ് കിടിലം വ്യൂ ആണ് കേട്ടോ. ഇവിടെ നോക്കിയാൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ. പോപ്പിൻസ് പൊട്ടിച്ച പോലെ ഉണ്ട്. ഓറഞ്ച്, പിങ്ക്, മഞ്ഞ, പച്ച, ചുമല. എന്തിനു വേണോ ഇനി ഫോട്ടോ എടുത്ത്? അതെ, ബ്ലാക്ക് മാത്രമില്ല. സോ നമ്മൾ ആ വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങി വേറൊരു വ്യൂ പോയിന്റിലേക്ക് വന്നു. സബ്ലൈം വ്യൂ പോയിന്റ് എന്നാണ് എൻ്റെ ഒരു
ഊഹം വെച്ച് ഇത് ഓക്കെ ഞങ്ങൾ സാംസങ് S5 S4 S24ന്റെ സൂമിങ് കപ്പാസിറ്റി എന്തോരം ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മൾ ഏത് വീടാ പറഞ്ഞേക്കുന്നത്? ആക്ച്വലി സാംസങ് S24 ആണ് കേട്ടോ വിഷ്ണു ചേട്ടൻ്റെ കയ്യിലുള്ള ഫോണ്. അതിന് നല്ല സൂമിങ് കപ്പാസിറ്റി ഉണ്ട്, 100x വരെ ഉണ്ട്. ആൻഡ് ആക്ച്വലി ഞെട്ടിപ്പോയി, അത്രയും ദൂരത്തു നിന്നുള്ള ആ വീടൊക്കെ ഭയങ്കര ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇത് പെയ്ഡ് പ്രൊമോഷനല്ല, പക്ഷേ പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ്. നമ്മുടെ ഐഫോണിൽ നിന്ന് അത്ര ഞങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു ഐഫോൺ ഇതും വെച്ചിട്ട്. ബട്ട് ഐഫോണിനെക്കാട്ടും ക്ലാരിറ്റി ഉണ്ട് ആക്ച്വലി, ടു ബി ഓണസ്റ്റ്, സാംസങ് S24ന്. ഈ വീടാണ് വിഷ്ചേട്ടൻ സൂം ചെയ്തിട്ട് എടുത്തേക്കുന്നത്. സോ നമ്മൾ വ്യൂ പോയിൻ്റ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കൊരു സമയമായി. ആക്ച്വലി നമുക്ക് രാത്രി ഡിന്നർ ഉണ്ടായിരുന്നു നമ്മുടെ കോർഡിനേറ്റേഴ്സായിട്ട്. അപ്പം ഞങ്ങളും ഭാവന ചേച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരുമായിട്ട് സംസാരിച്ചു, ഫുഡൊക്കെ കഴിച്ചു, നല്ലൊരു ഈവനിങ് ആയിരുന്നു. സോ നമ്മൾ ഡിന്നർ കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി ഇന്നലത്തെ ബാക്കി കണ്ടു തീർക്കാൻ പറ്റാത്ത സ്മൈൽ ഹൊറർ ഇന്ന് ഞങ്ങൾ കണ്ടു തീർത്തിട്ട് പേടിച്ചിട്ട് കിടന്നുറങ്ങുന്നതായിരിക്കും. What happened? What do you say? Nothing. Nothing.